Amma, since I was young, I've yearned for the expansion of consciousness. I've yearned for spirit world. And this year, I've been yearning for full presence in my body. I've been practicing full embodiment. I've been arriving at the level of my cell and calling in that highest consciousness to this place, and it brings me so much pleasure to be here. Is embodiment equally a path to enlightenment? ശരീരം നമ്മുടെ സൃഷ്ടിയാണല്ലോ. ആത്മാവെന്ന് പറഞ്ഞ് നിറഞ്ഞ് കഴിഞ്ഞ് അനന്തതയാണ്. അത് അനന്തതയാണ് ആത്മാവ്. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിനിങ്ങനെ നിറഞ്ഞിപ്പോൾ പാല് തിളച്ച് തൂകുന്നത് പോലെ കവിയണം, നിറഞ്ഞ് കവിയണം. ഇതിനെയും ജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക, വേഗത്വമായിട്ട് കാണുക എന്നുള്ളതാണ് ജ്ഞാനം. അപ്പം ആ ജ്ഞാനത്തിനെയാണ് ബോധമെന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയുടെ ലൈറ്റാണ് ബോധം. ലൈറ്റ് വന്നാൽ പിന്നെ ഇരുട്ട് മാറുമല്ലോ. പിന്നെ നമുക്ക് കയറിന് പാമ്പായ കാണിച്ചാൽ പാമ്പിനെ കയറാൻ കാണിച്ചില്ല. അപ്പം ആ തിരിച്ച് ശരിക്കും അതിൻ്റെ സ്വരൂപത്തെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ബൾബിന് അതീതമായി കാണിക്കുന്നതുകൊണ്ടല്ലേ നമുക്കൊക്കെ പ്രകാശം കിട്ടുന്നത്. അതുപോലെ അപ്പോൾ ബോധം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ ബോധത്തിനെ കൊണ്ട് ഉണർത്തിയെടുക്കാം. പക്ഷെ ഇതാണ് കാഴ്ചപ്പാട്. അത് അനന്തതയാണ്. അതൊന്നിലൊതുങ്ങുന്നതല്ല. ഒരു വിത്തിൽ നിന്നാണ് തടിയിൽ നിന്നാണ് പൂവിൽ നിന്നാണ് അതിൽ നിന്നാണ് ഇല. പക്ഷെ ഒരില പോലല്ല ഒരില. വ്യത്യസ്തമാണെങ്കിലും ആ നാനാത്വത്തിൽ ഏകത്വം കണ്ട് തന്നെ അവർ മുന്നോട്ട് പോകും. അപ്പം ആ ബോധതലം ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഞാൻ ശരീരമല്ല എന്നുള്ള നിൽക്കുകയും ചെയ്യും. പക്ഷേ വെള്ളത്തിൽ കിടക്കുന്ന വെള്ളം പോലെ അകത്ത് വെള്ളം കയറത്തുമില്ല. വെള്ളം കയറിയാൽ മുങ്ങിപ്പോകും. പക്ഷെ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷെ ലോകത്തിലില്ല, വെള്ളത്തിൽ വെണ്ണ പോലെ ജീവിക്കാൻ സാധിക്കും ആ ബോധം ഉണർന്നു കഴിഞ്ഞാൽ.